നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ ബെന്നി ജോസഫ് ജനപക്ഷം. പച്ചക്ക് പറയുന്ന ഈ ചേട്ടൻ്റെ മുറ്റത്താണ് ഒരു ഗുണ്ടായിസം നടന്നത്. ഐ ആം ലീസ്റ്റ് ബോധേഡ് അബൌട്ട് വാട്ട് ഹാപ്പൻഡ് ഹിയർ. പക്ഷേ എന്ത് സത്യം നടന്നു എന്ന് എനിക്കറിയാം. ഇവിടെ നിന്ന് ഒരു 500-600 മീറ്ററുള്ള കത്രിക്കടവ് പള്ളി, അവിടെയാണ് ഞാൻ ജനിച്ചു വളർന്നത്. എന്നെ അറിയപ്പെടുന്ന റെയിൻബോ ബെന്നി എന്നാണ്. കാരണം 23-27 ഹോട്ടലുകൾ ഇവിടെ ബാറടക്കം നടത്തിയതാണ്. ഒരു 3 ബാർ നടത്തിയിട്ട് ഒരു പെറ്റി കേസ് പോലും ഇല്ല. നിരവധി ബിസിനസ് ചെയ്താണ്. അപ്പോൾ കലൂര് ഈ പപ്പടവട എന്ന് പറഞ്ഞാൽ ഈ കട, എൻ്റെ ഫോട്ടോ എടുക്കാൻ നിന്ന് തരാം, ഒക്കത്തിന് ഞാൻ ശരിയാക്കിയിട്ട്. പപ്പടവട എന്ന് പറഞ്ഞാൽ ഈ കട, ഈ കുട്ടി എന്ത് തെറ്റ് ചെയ്തു, അവരെ തല്ലിയവർ എന്ത് തെറ്റ് ചെയ്തു എന്നാണ് നോക്കണം. ഞാൻ നിഷ്പക്ഷമായിരുന്നു. എന്നെ സംബന്ധിച്ച് ഗുണ്ടയും പ്രധാനമന്ത്രിയും ഹൈക്കോടതി ജഡ്ജിയും ഓട്ടോറിക്ഷക്കാരനും ഒരുപോലെയാണ്. അത് ആരാണെങ്കിലും. കത്രിക്കടവ് പള്ളിയുടെ തൊട്ട് സൈഡിലാണ് എൻ്റെ വീട്. ഒന്നും തപ്പിപ്പോകണ്ട. അവിടെ വടിവാളെല്ലാം അങ്ങോട്ട് വരും, രോമത്തെ തൊടില്ല. ഗുണ്ടായിസൊന്നും കൊച്ചിയിൽ സമ്മതിക്കില്ല. എന്നെ സംബന്ധിച്ച് ഈ കുട്ടി വാടകയ്ക്കെടുത്തിട്ട് ഒരു പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ ഈ കുട്ടിയുടെ കൂടെ നിൽക്കില്ല. ഒരു നിയമലംഘനം ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കുട്ടിയുടെ ഒപ്പം ഞാൻ നിൽക്കില്ല. എന്നെ സംബന്ധിച്ച് ഈ കുട്ടി എന്ത് തെറ്റ് ചെയ്തു എന്ന് ഈ കുട്ടീനോടും ഞാൻ ചോദിക്കും, ഈ കട ഉടമയോടും ഞാൻ ചോദിക്കും. ഞാൻ നിഷ്പക്ഷമാണ്. പക്ഷേ ബായി നസീർ, മരടനീഷ്, അങ്ങനെ തമ്മനം ഷാജിയൊക്കെ എന്നെ അങ്ങോട്ട് മൂക്കി കയറ്റും എന്ന് പറഞ്ഞാൽ ഈ മൂക്കി ഞാൻ അവർക്ക് കൊടുക്കും. അങ്ങനെ തന്തക്ക് വരക്കാതെ നാണമില്ലാതെ ഞാൻ ജീവിക്കില്ല. 1 രൂപ ഒരാളുടെയും അർഹതപ്പെടാത്ത മേടിക്കാണ്ട് ജോലിയാണ്. 61 വയസ്സും കഴിഞ്ഞു. ഇനി അങ്ങോട്ട് കൊണ്ടുപോയി ഇവർ ഉരുളക്കിഴങ്ങിട്ട് വെട്ടി തിന്നണമെങ്കിൽ അങ്ങോട്ട് തിന്നട്ടെ. ഇപ്പോൾ എൻ്റെ അടുത്ത് നിൽക്കുന്ന ഈ പെൺകുട്ടി ഒരു സ്ഥാപനം നടത്തുന്നു. എന്നെ സംബന്ധിച്ച് കേട്ടതാണ് ഈ പറഞ്ഞത്. ഒരു സ്ഥാപനം നടത്തുന്നു, പപ്പടവടാണ്. അത് പൊടിച്ച് നിന്നെ തല്ലിയതിനാണ്. ആ നീല ഷർട്ടിട്ടവൻ എന്തിനാണ് നിന്നെ തല്ലി? അവൻ പോലീസാണോ? ഏത് കുണ്ടിയുടെ ആളാണെങ്കിലും ശരി, നീ അവനെ തിരിച്ചടിക്കണം. നീ അവനെ പോയി തിരിച്ച് ചെപ്പക്കടിക്കണം. എന്നിട്ട് പോലീസ്, അതാണ് അടുത്ത സംഭവം. മിസ്റ്റർ DGP, മിസ്റ്റർ ബെഹ്റ, ഇവിടെ ഒരു സംഭവം നടക്കുമ്പോൾ നീതി നടപ്പാക്കാൻ, അല്ലെങ്കിൽ DGPയുടെ സ്ഥാനത്ത് ആ നീല ഷർട്ടിട്ട്, പച്ച ഷർട്ടിട്ട് ഇപ്പം നമ്മുടെ വീഡിയോ എടുക്കണവരെ DGP ആക്കിയാൽ, മുഖ്യമന്ത്രി ആക്കിയാൽ കരം ഞാൻ അവിടെ അടക്കും. ഓക്കെ. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഈ കുട്ടിയുടെ വശത്തല്ല, ഒരിക്കൽ കൂടി പറയുകയാണ്, മീനു എന്ന് പറഞ്ഞ ഒരു മനുഷ്യന്ന് മാസ്ക് വയ്ക്കുക, അത് കഴിയുമ്പോൾ കയറ്റിയിട്ടോ. മീനു എന്ന് പറഞ്ഞ കുട്ടി എൻ്റെ ആരുമല്ല. ആ കാണുന്ന ഗുണ്ടകളെന്ന് പറയപ്പെടുന്നവർ എൻ്റെ ശത്രുവല്ല, മിത്രമല്ല. പക്ഷെ അവനൊക്കെ ആ മൊട്ടത്തലൊക്കെ എന്നെ അടിക്കുമെന്ന് പറഞ്ഞാൽ ചെപ്പടിക്കാൻ പൊട്ടിക്കും. അതിലൊരു സംശയമില്ല. കാരണം ഞാൻ കലൂര് TP ജോസഫ് എന്ന് പറഞ്ഞ ജോസഫിൻ്റെ 2ാമത്തെ മകനാണ് എനിക്ക് തന്തനെ ചൂണ്ടിക്കാണിക്കാൻ. അപ്പോൾ ഒരിക്കൽ കൂടി പറയാണ്, കേരളത്തിൽ ഇപ്പോൾ ഗുണ്ടകളും പലിശക്കാരും MLAയും മന്ത്രിമാരും എല്ലാം ഈ ജാതി സ്ഥലക്കച്ചവടത്തിലും ഈ ഇടപാടിലും തരികിട ചെയ്യണത് കൊണ്ടാണ് പോലീസിനൊന്നും ചെയ്യാൻ പറ്റാതെ നിയമം ഇത്ര ആൾക്കാർ രണ്ടുപേരും അടിച്ചാ. ഈ നിന്നെ തല്ലാൻ 5 പേരാ. ഞാൻ വരാം, നിന്റെയിലോട്ട് വരാം. ഇനിയോ നമുക്ക് ഈ കുട്ടി പറയണം നോണയാണോ സത്യമാണോ എന്ന് അങ്ങോട്ട് പോട്ടെ. പക്ഷേ നിങ്ങളോട് ഒരു ഉറപ്പ് തരുവാണ്, ഞാൻ ഈ ബിൽഡിംഗ് ഓണറുമായിട്ടും സംസാരിക്കും. ഞാൻ നിഷ്പക്ഷമാണ്. പച്ചക്ക് പറയുന്ന ചേട്ടൻ ഒരാൾക്കും വേണ്ടി കൂലിക്ക് പറയണമല്ല. കലൂരുള്ളവർക്ക് എന്നെ അറിയാം. പക്ഷേ ഈ പെൺകുട്ടീനെ ഇവിടെ നിങ്ങളെ തല്ലിയല്ല, നാട്ടുകാരൊന്നും കൂടിയില്ലല്ലോ. അതുകൊണ്ട് കലൂരുകാരോട് ഞാൻ പറയുകയാണ്, ഈ കുട്ടിയുടെ വീട്ടിൽ വന്നത് എൻ്റെ വീട്ടിലും നിങ്ങളുടെ വീട്ടിലും ഇതുപോലത്തെ പോയാ ഈ ജാതി അലവലാദികൾ കയറാൻ സമ്മതിക്കരുത്. അമ്മയും പെങ്ങളെയും വീട്ടിൽ കയറി ഈ ജാതി ഗുണ്ടകൾ പിടിച്ചോണ്ട് പോകുമ്പോൾ കൊടുക്കണം 2 അല്ലാണ്ട് കോണ്ടം മേടിച്ചു കൊടുക്കരുത്. അമ്മേനെയും പെങ്ങളെയും പിടിച്ചോണ്ട് പോകുമ്പോഴേ കോണ്ടം കൊടുത്തു വിടരുത്. ഇനി കമ്മിങ് ടു ദി പോയിന്റ്, കലൂർ എറണാകുളം പട്ടണത്തിൽ മെട്രോ റെയിലിൻ്റെ കലൂരിൻ്റെ തൊട്ടടുത്താണ് ഈ മിനു എന്ന് പറഞ്ഞ, യു ആർ എ ഗുഡ് ക്യാമറാമാൻ, ഈ പെൺകുട്ടി ഒരു കച്ചവടം നടത്തിയത്. അപ്പോൾ ഈ കുട്ടി പറയണ കേട്ടതിന് ശേഷം നിഷ്പക്ഷമായി ഈ കടയുടമയും കേൾക്കും. ആ കടയുടമ അല്ലെങ്കിൽ ഇവിടെ വരുന്ന കിംബദന്തിയോ ഞാൻ നിന്നോട് ചോദിക്കും കേട്ടോ. ഓക്കെ.
ടേക്ക് യുവർ മാസ്ക്. ഇവിടേക്ക് നിങ്ങൾ കണ്ടല്ലോ, ഈ കടയുടെ മുമ്പിൽ കൊണ്ടുവന്ന് കല്ലിട്ടേക്കണാണ് ഈ കണ്ടാക്കണം. ഈ കല്ല് ആരടിച്ചതാണ്? ബിൽഡിംഗ് ഓണർ. ഓക്കെ, നമുക്ക് കമ്മിങ് ടു ദി പോയിന്റ്. മോളുടെ പേരെന്താ? എൻ്റെ പേര് മിനു. എത്ര വയസ്സായി? 32. അച്ഛനും അമ്മയൊക്കെ ഉണ്ടോ? അച്ഛനുണ്ട്. അച്ഛൻ കൊച്ചിൻ ബോർഡിലായിരുന്നു. ഓക്കെ, മോൾ എന്താ പഠിച്ചത്? ഞാൻ ഗ്രാജുവേഷൻ കഴിഞ്ഞതാ. എന്നിട്ട് എന്ത് ചെയ്തു ആദ്യമേ? ഗ്രാജുവേഷൻ കഴിഞ്ഞ ആദ്യം ബാങ്കിലായിരുന്നു, സിറ്റി ബാങ്കിലായിരുന്നു. ഓ, സിറ്റി ബാങ്കിലായിരുന്നു. റോഡിൽ സിറ്റി ബാങ്കിൽ ടെല്ലറായിട്ടായിരുന്നു ഞാൻ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് 2013 ഞാൻ MG റോഡിൽ എൻ്റെ ആദ്യത്തെ സ്ഥാപനം തുടങ്ങി. അവിടെ വല്ല പ്രശ്നമായിട്ടാണ്? ഇല്ല, അവിടെ ഒരു പ്രശ്നവും ഇല്ല. 2013 തുടങ്ങി 2017 വരെ ഞാൻ MG റോഡിൽ സ്ഥാപനം നടത്തിയിരുന്നു. ഒരു പ്രശ്നവും ഒന്നുമില്ല. എല്ലാവരുടെയും വളരെ ജനപ്രിയ സ്ഥാപനമായിരുന്നു അത്. അത് കഴിഞ്ഞ് 2016 ഞാൻ. നീ എറണാകുളത്ത് ജനിച്ചു വളർന്നാണോ മോളെ? അതെ, ഞാൻ അമരാവതി. നിന്റെ ഹസ്ബൻഡ് അല്ലേ ഇങ്ങോട്ട് നീങ്ങുന്നത്? എന്താ പേര്? നീയും കടവന്തറയിലല്ലേ സ്വന്തം വീട്? എന്താ പഠിച്ചത്? എന്ത് ചെയ്യുന്നു? ബിസിനസ്. ഓക്കെ, എനിക്ക് മോളോട് ചോദിക്കാനുള്ള, ഈ കടയിൽ നിങ്ങൾ വാടക കൃത്യമായിട്ട് കൊടുക്കണ്ട? ഞാൻ കൊറോണ സമയം വരെയുള്ളത് എല്ലാ വാടകയും ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിന് റെസീറ്റ് ഉണ്ടോ? അക്കൗണ്ട് പേ ആണ്. എൻ്റെ ICICI എത്ര രൂപയാണ് ഒരു മാസം വാടക കൊടുക്കണം? 63,500. ഈ 2 ഷട്ടറിന് 63,000 ഇതിന്റെ ഇൻകം ടാക്സ് കൊടുക്കണ്ടെന്നാണ്. ഫസ്റ്റ് യു ഗെറ്റ് ഇറ്റ്. സെക്കൻഡ് തിങ്, ഈ കൊറോണ വന്നതിന് ശേഷമാണ് വാടകയ്ക്ക് ഇത്തിരി ഡിഫറൻറ്റ് വന്നത്. അപ്പോൾ നിങ്ങൾ തമ്മിൽ എന്തായിരുന്നു തർക്കം? തർക്കങ്ങളൊന്നുമില്ല, ഞാൻ പറഞ്ഞിരുന്നു. കാരണം നമ്മളുടെ ഇതുപോലെ ബസ് സ്റ്റാൻഡിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള സ്ഥാപനമാണ്. നമുക്ക് 50 രൂപയ്ക്കാണ് ഊണവ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ വോളിയം ബിസിനസ് നടന്നിട്ട് നമുക്ക് കാര്യമുള്ളൂ. പകുതി. ഇത് എത്ര സ്ക്വയർ ഫീറ്റ് ആണ് ഈ കട? 700 സ്ക്വയർ ഫീറ്റ്. 700 സ്ക്വയർ ഫീറ്റ്, അതായത് 1000 സ്ക്വയർ ഫീറ്റ് തികയില്ല. 700 സ്ക്വയർ ഫീറ്റിന് മോള് കൊടുക്കണം 68,000 രൂപയാണ് വാടക. 68,000. പിന്നെ ഇലക്ട്രിസിറ്റി ഒക്കെ താനാണ്, മറ്റ് ടാക്സുകളും താനാണ്. ടാക്സ് ഡ്യൂ ഉണ്ടോ? ഇല്ല, ടാക്സ്. ഓക്കെ, ഇലക്ട്രിസിറ്റി ഡ്യൂ ഉണ്ടോ? ഇലക്ട്രിസിറ്റി ഡ്യൂ ലേറ്റസ്റ്റ് ഉണ്ടാകും. പക്ഷെ അത് ഞാൻ സംസാരിച്ചിരുന്നു. അല്ല, ഒരു വർഷത്തെ ഒന്നും ഇല്ലല്ലോ. ഇവിടുത്തെ വാടക എന്ന് തൊട്ടാണ് പെൻഡിങ് ആയത്? ഡോണ്ട് സേ കൊറോണ ഗേവ് നോ മന്ത് ആൻഡ് ഡേറ്റ്. മാർച്ച് വരെയുള്ളത് മാർച്ച് 2020 1 രൂപ കൊടുക്കാനില്ല. ഇല്ല. അവരുടെ ക്ലെയിം എന്താണ്? നുണയായിക്കോട്ടെ, അവരുടെ ക്ലെയിം എന്താ? അവരുടെ ക്ലെയിം മാർച്ച് തന്നെയാണ് അവർ പറയുന്നത്. അവർ മാർച്ച് മാറ്റി പറഞ്ഞു. പിന്നെ അങ്ങനെ ഈ കൊറോണ കാലഘട്ടത്തിൽ മോളെ പോലെ ഒരു കൊച്ചു പെണ്ണ് ഇവിടെ ബിസിനസ് ചെയ്യുമ്പോൾ ഇതിൽ ഫെമിനിസ്റ്റുകളൊന്നും ഇടപെട്ടില്ലേ? ഓക്കെ, ലീവ് ഇറ്റ് ദാറ്റ്. ഐ എം സോറി. ഈ കടയിൽ മോളിങ്ങനെ കച്ചവടം നടക്കുമ്പോൾ എന്താണ് സംഭവിച്ചത്? എന്ത് ഗുണ്ടാക്രമണമാണ് നടന്നത്? ഈ മാർച്ച് കഴിഞ്ഞിട്ടും നമ്മൾ നടത്തുന്നുണ്ടായിരുന്നു. ചെറുതായിട്ട് കേറ്ററിംഗ് കാര്യങ്ങളും ഒക്കെ പോകുന്നുണ്ട്. പക്ഷെ ഫുൾ ഓൺ ആയിട്ട് നടത്തുന്നുണ്ടായിരുന്നില്ല. കാരണം ഇതുപോലെ വളരെ എന്താ പറയുക തിരക്കുള്ള ഒരു സ്ഥലത്തായതുകൊണ്ട് എനിക്കും ടെൻഷനായിരുന്നു. ഒരുപാട് പേര് വരുമ്പോഴും പിന്നെ അത് മുതലുള്ള പകുതി സീറ്റിംഗ് വെച്ച് എനിക്ക് മുതലാവില്ല. അതവിടെ നിൽക്കട്ടെ, ഈ വന്നത് പറയൂ. നീ കഴിഞ്ഞ 3-ാം തീയതി ശനിയാഴ്ച, 3 ഒക്ടോബർ 2020 ശനിയാഴ്ച ഇവിടുന്ന് ആരോ വിളിച്ചു പറഞ്ഞു, നമ്മുടെ സുഹൃത്ത് വിളിച്ചു പറഞ്ഞു, ഇതേപോലെ കടയിലെ സാധനങ്ങൾ മാറ്റുന്നുണ്ടല്ലോ, നിങ്ങൾ കട മാറ്റുമോ എന്ന് ചോദിച്ചു. അപ്പം നമ്മൾ കട മാറ്റി. അല്ല, നിങ്ങൾക്ക് ഒഴിയാൻ നോട്ടീസ് തന്നിരുന്നു? ഒന്നും തന്നിട്ടില്ല. നോട്ടീസോ ഒന്നും വന്നിട്ടില്ല. എന്നിട്ട് ഇവര് നേരിട്ട് വന്ന് പറയും. ഒരു ദിവസം അറിയുന്നത് ഇവിടുന്ന് സാധനങ്ങൾ മാറ്റുന്നതാണ്. ഞാൻ അപ്പൊ തന്നെ എന്റെ ഹസ്ബൻഡിനെ വിളിച്ചു പറഞ്ഞു. പുള്ളിക്കാരൻ ഓടി ഇവിടെ എത്തി. നോക്കിയപ്പോഴത്തേക്കും വണ്ടിയിൽ നമ്മുടെ സാധനങ്ങൾ പകുതിയിലേറെ സാധനങ്ങൾ ലോഡ് ചെയ്തിട്ടുണ്ട്. അവർ കൊണ്ടുപോയി കഴിഞ്ഞു പകുതിയിലേറെ സാധനങ്ങൾ. ബാക്കി കുറച്ച് സാധനങ്ങളുള്ളത് കയറ്റിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ പുള്ളിക്കാരൻ വന്ന് തടഞ്ഞു. പുള്ളിക്കാരൻ അപ്പം തന്നെ 100-ൽ വിളിച്ചു. ഞാൻ പറഞ്ഞു അപ്പം തന്നെ കൺട്രോൾ റൂമിൽ വിളിച്ചു പറയണം. കൺട്രോൾ റൂമിൽ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പോലീസുകാർ വന്നിട്ട് ഈ സാധനം എടുത്തോണ്ട് കേസെടുത്തോ? ഇല്ല, ഒന്നും എടുത്തില്ല. എന്റെ കയ്യിൽ വീഡിയോ ഉണ്ട്. ഇപ്പൊ ഞാൻ കോടതി വഴി പോയിട്ട് അവരെ കൊണ്ട് കേസ് എടുത്തു. 176 വഴി എടുപ്പിച്ചു. പിന്നെ രണ്ടാമത് എന്താ സംഭവിച്ചത്? അത് കഴിഞ്ഞിട്ട് അന്നത്തെ ദിവസം ഇതേപോലെ അവർ പറഞ്ഞു ഒരു ഇതെന്തോ തർക്കമാണെന്ന് തോന്നുന്നു, തിങ്കളാഴ്ച വരും. ശനിയാഴ്ചയാണ് സംഭവം, തിങ്കളാഴ്ച വരുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി, തിങ്കളാഴ്ച സ്റ്റേഷനിലോട്ട് വരാം. എന്നിട്ട് ഇവരെ കസ്റ്റഡിയിൽ എടുക്കുക ഒന്നും ചെയ്തിട്ടില്ല. ഞായറാഴ്ച ഞാൻ ഇതുവഴി വന്ന് നോക്കിയപ്പോൾ ബോർഡിന്റെ ലെറ്ററുകൾ തട്ടിക്കളഞ്ഞേക്കുന്നു. ഇതൊക്കെ ഈ ACP മാത്രം ഉണ്ടായി. എന്നിട്ട് ബോർഡിന്റെ ലെറ്ററുകൾ തട്ടിക്കളഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് ഭയങ്കര ടെൻഷൻ. എല്ലാ ദിവസവും രാത്രി ഞാൻ വന്നു. അപ്പോൾ അതിനും പോലീസ് പരാതി കൊടുത്തില്ല? അതിന് ഞാൻ അന്നത്തെ തിങ്കളാഴ്ച ദിവസം ഞാൻ കമ്മീഷണറിന്റെ ഓഫീസിൽ പോയി നേരിട്ട് അവിടെ പരാതി. ഇപ്പൊ കൊറോണ കാരണം അവർ കേട്ടില്ല. അപ്പൊ ഞാൻ പരാതി ബോക്സിലിട്ടു. പിന്നെ മെയിൽ ID കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ DGPക്കും IGക്കും മെയിൽ അയപ്പിച്ചു. ഞാൻ വക്കീലിനെ അപ്രോച്ച് ചെയ്തു. ഇത് കഴിഞ്ഞ എല്ലാ ദിവസവും ഞാൻ രാത്രി വന്ന് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നോക്കുമ്പോൾ ഓരോ പ്രാവശ്യം ഇവിടെ താഴെ പൊട്ടിക്കും, അവരുടെ താഴെ ഇടും. അവരുടെ പൊസഷനിലാണെന്ന് കാണിക്കാനോ എന്തോ ആണ് അവരുടെ ശ്രമം.
അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു 4-ാം തീയതി രാത്രി ഞാൻ ഇനി കൂടുതൽ കഥയൊന്നും വേണ്ട മോളെ. ഏറ്റവും അവസാനം ഇത് ആരാ തല്ലിയത്? 4-ാം തീയതി രാത്രി ഞാൻ വന്നപ്പോൾ സാധനങ്ങൾ എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുന്നു. അതാണ് ലൈവിൽ എല്ലാവരും കണ്ടത്. മോളെ വണ്ടിയിലൊക്കെ ചാടിക്കേറി. അത് മെനിഞ്ഞാന്നായിരുന്നു. ഇത് 4-ാം തീയതി വന്നപ്പോഴത്തേക്കും പിന്നെയും സാധനങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഈ കണ്ട 5 പേര് ഇവിടെ വന്ന് ഇത് ചെയ്തിരിക്കും. അപ്പം ഞാൻ ഹസ്ബൻഡ് കൂടെ തടഞ്ഞു, എന്നെ തള്ളിയിട്ടു. ഞാൻ അപ്പം തന്നെ കൺട്രോൾ റൂമിൽ വിളിച്ച് പോലീസുകാർ വന്നു. അപ്പോഴാണ് ഈ ഭീഷണി മൊത്തം നടത്തുന്നത്. ഇത് കൊട്ടേഷൻ കൊടുത്തേക്കുവാണ്. ഒരു ഗുണ്ടയുടെ പേര് പറഞ്ഞിട്ട് ഇത് കൊട്ടേഷൻ. എന്താ ഗുണ്ടയുടെ പേര് പറഞ്ഞ? മരടനീഷ്. എനിക്ക് അറിയില്ല. എടാ എന്തിനാടാ പോയി പണിയെടുത്തതിന്റെ കൂടെ തീട്ടം തിന്ന് ജീവിച്ചൂട് ഈ പെണ്ണിനെയൊക്കെ തല്ലിയിട്ട്. അതുമല്ല ഞാൻ പറയണ DGPനെ പിരിച്ചുവിട്ട് DGPനെ നമുക്ക് ഡിസ്മിസ് ചെയ്തിട്ട് മരടനീഷിനെ കേരളം ഭരിക്കാൻ ഏൽപ്പിക്കാം. പലതും നടത്തി തരും. ഞാൻ എഴുതി വെച്ചുതരാം. പോലീസുകാരെക്കാട്ടിലും ഭംഗിയായിട്ട് ഗുണ്ടകൾ കാര്യം നടത്തി തരും. അതുകൊണ്ട് മരടനീഷിന് ഒരു ഗുഡ് സല്യൂട്ട്. എൻ്റെ ടാക്സ്, എൻ്റെ നികുതി ഇനി തൊട്ട് നിനക്കാണ്. പറയൂ. ഞാൻ എന്നിട്ട് അന്ന് രാത്രി ഞാൻ ഇവിടെ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി എഴുതി കൊടുത്തു. അവരോട് നാളെയും ചർച്ചയ്ക്ക് വരുമെന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലായി നടക്കില്ല. ഞാൻ നേരെ ജനറൽ ഹോസ്പിറ്റലിൽ പോയി അവിടെ OP കാണിച്ചു. എനിക്ക് റെസ്റ്റിനുള്ളത് എഴുതി തന്നു. ഞാൻ അവിടെ നിന്ന് ലെറ്റർ. ഇവിടുത്തെ നാട്ടുകാർ ടോണി ചമണി എന്ന് പറഞ്ഞ ഇവിടെയാണ്, അരിസ്റ്റോ എന്ന് പറഞ്ഞ കൗൺസിലർ, ഗ്രേസി എന്ന് പറഞ്ഞ പെൺ കൗൺസിലർ, ഇവരാരെങ്കിലും നിങ്ങളെ ബന്ധപ്പെട്ടോ? നിങ്ങൾ അങ്ങോട്ട് ബന്ധപ്പെട്ടോ? ഒരു സംഭവം നടക്കുമ്പോൾ മുൻ മേയർ ഇതിൻ്റെ അടുത്താണ് താമസിക്കണം. അരിസ്റ്റോ എന്ന് പറഞ്ഞ കൗൺസിലർ എൻ്റെ കൊച്ചനിയന് അവനിവിടെയുണ്ട്. ഗ്രേസി എന്ന് പറഞ്ഞ കൗൺസിലർ ഉണ്ട്. എന്തുകൊണ്ട് മോള് ബന്ധപ്പെട്ടില്ല? 2016 ഇവിടെ ഒരു പ്രളയം നടന്ന സമയത്ത് എൻ്റെ കഷ്ടകാലത്തിന് ഞാനൊരു ഇഷ്യൂവിൽ ഇൻവോൾവ് ആയിപ്പോയി. അന്നത്തെ അൻകൂട് കൊച്ചി എന്ന് പറഞ്ഞ ഒരു പാട്ടുകാരൊക്കെ കൂടി കുറച്ച് പുട്ടടിച്ചെന്ന് പറഞ്ഞത് അതിൽ ഞാൻ ഇൻവോൾവ് ആയിപ്പോയി. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് ഈ കഷ്ടകാലം തന്നെ എനിക്ക് മതിയായി സാർ. ഞാൻ എല്ലായിടത്തും കരഞ്ഞ് അല്ല അതും ഈ അരിസ്റ്റോയും ഇത് എന്റെ കയ്യിൽ നിന്ന് തീരുന്നെങ്കിൽ തീരട്ടെ. ഇത്ര വലിയ പ്രശ്നം ആക്കണ്ട. ഇത് തീരുന്നെങ്കിൽ അല്ല മോളെ മോളുടെ കട എന്ന് പറഞ്ഞാൽ ഇത് ഞാനും കൂടി അയൽവാസിയാ. എൻ്റെ തൊട്ടടുത്താണ് ടോണി ചമണി എന്ന് പറഞ്ഞ മുൻ മേയർ, കോൺഗ്രസിൻ്റെ ഇപ്പോൾ DCCയുടെ സെക്രട്ടറി ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു ഗുണ്ടാ പ്രശ്നം വരുമ്പോൾ നിങ്ങൾ ആദ്യം പോലീസിനെ അറിയിക്കേണ്ടതിനൊപ്പം ഈ ജനാധിപത്യത്തിൽ അറിയിക്കേണ്ടത് ഇവരെയാണ്. ഞാൻ പേടിച്ചു പോയി സാർ. സത്യമായിട്ട് ഞാൻ പേടിച്ചാ ഇവിടെ ജീവിക്കാൻ പറ്റും മോളെ? വെള്ളിയാഴ്ച വരും എന്റെ സുഹൃത്തുക്കളോട് പോലും ഞാൻ ഏതായാലും ഒരു കിംവദന്തി വരുന്നത് മോള് വാടക കൊടുത്തില്ലെന്നും ഇവിടുന്ന് ഒഴിയില്ലെന്നാണ്. അതിനുള്ള എല്ലാ തെളിവുണ്ട്. ഞാൻ കൊടുക്കാം. മാർച്ച് വരെയുള്ള എല്ലാ ബാങ്ക് റെസീറ്റ് ഒക്കെ ഉണ്ട്. എന്റെ സ്റ്റുഡിയോയിൽ വന്ന് ഇതൊക്കെ ഒന്ന് കാണിക്കണം. ഓക്കെ മോനെ ഒന്ന് പിടിച്ചേ. ഞാൻ പറയുന്നത് ഏത് രീതിയിൽ ഇത് പറഞ്ഞ പോലെ ഇത് വാടക എല്ലാം ഞാൻ ചെയ്യിക്കൊള്ളാം. അത് പ്രോപ്പറായിട്ടുള്ള രീതിയിൽ ഈ ഗുണ്ടയെ വിട്ട് ചെയ്യിക്കുക, എൻ്റെ കടയുടെ മുമ്പിൽ കല്ലിടുക, എൻ്റെ സാധനങ്ങൾ കടത്തിക്കൊണ്ടുപോയി, ഇതിന് മാത്രമേ എനിക്ക് നീതി വേണ്ടുള്ളൂ. ബാക്കിയെല്ലാം ഞാൻ ചെയ്തോളാം. ഇവിടെ ഒരു നിയമവ്യവസ്ഥിതി ഉണ്ടല്ലോ, അതനുസരിച്ച് ചെയ്തോളാം സാർ. പ്രത്യേകിച്ചും കലൂരുള്ള എൻ്റെ സഹോദരന്മാർക്ക് വേണ്ടി ഞാനിവിടെ ജനിച്ചു വളർന്നാണ്. ചെറിയ കളസം ഇട്ട് 60 വരെ ഇവിടെ ജയിച്ച ഇവിടെ അങ്ങനെ ഒരു ഗുണ്ട വിളയാട്ടുമില്ല. തെറ്റ് ചെയ്താൽ നമ്മൾ ജനം ഒരുമിച്ച് നിന്ന് ചോദിക്കും. ഈ കുട്ടിയുടെ ഭാഗത്താണെങ്കിൽ ആരുടെയാണ്. പക്ഷെ ഒരു ഗുണ്ടകൾ വന്ന് ഈ കലൂര് മോളെ അടിച്ചിട്ടുണ്ടെങ്കിൽ, മോള് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, എല്ലാവർക്കും വേണ്ടി, കേരളത്തിലെ എല്ലാ ചെറുപ്പക്കാർക്കും വേണ്ടിയും ഈ കുട്ടി പറയണത് ശരിയാണ്, സത്യമാണെങ്കിൽ ഇവിടെ ഗുണ്ടകളാണ് കൊച്ചി ഭരിക്കുന്നതെങ്കിൽ, ഗുണ്ടകളാണ് കേരളം ഭരിക്കുന്നതെങ്കിൽ, ജനാധിപത്യത്തിൻ്റെ ഗതികേടും ജനാധിപത്യത്തിനെ കശാപ്പ് ചെയ്യണതിനും എല്ലാ നാണംകെട്ട മലയാളികൾക്ക് വേണ്ടിയും പോലീസ് ഉദ്യോഗസ്ഥർക്കും നിയമ സംവിധാനത്തിനും ഈ കൊച്ചു പറയുന്നത് ശരിയാണെങ്കിൽ സകല മലയാളികൾക്കും വേണ്ടി കാല് തൊട്ട് ഞാൻ മാപ്പ് പറയും. നാണം വേണോടാ. ഇതൊക്കെ നമ്മുടെ പെങ്ങളോ ഭാര്യയോ മകളോ ആയിട്ട് കാണാൻ പഠിക്കണം. ആദ്യം ഒരു കാര്യം ഞാൻ ഉറപ്പ് തന്നെ, ഈ കൊച്ച് നിയമം ലംഘിച്ചിട്ടുണ്ടെങ്കിൽ പച്ചക്കോറയാണ് ഞാൻ കൂടെ ഉണ്ടാവില്ല. പക്ഷെ കൃത്യം വാടക കൊടുത്തിട്ട് കലൂരുള്ള ഞാനടക്കം ശവങ്ങളായി പോയല്ല. എൻ്റെ മിസ്റ്റർ ടോണി ചമണി, ഹൈബീഡൻ ഇവിടെ നിന്ന് ഇത്തിരി മാറിയിട്ടാണ്, ടോണി ചമണി, വിനോദ് ഇവിടെ വന്ന് ഈ കൊച്ചിൻ്റെ കാര്യം അന്വേഷിക്കണം. ഗുണ്ടകളാണ് ഭരിക്കണതെങ്കിൽ നീയൊക്കെ വോട്ട് ചോദിച്ച് ഇനി ജനങ്ങളുടെ മുമ്പിൽ വരരുത്. ഈ കൊച്ചിൻ്റെ ഭാഗത്താണ് തെറ്റെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് പാർട്ടിക്ക്, ഇതിൻ്റെ എതിർ കക്ഷിക്ക് ബെന്നി ജോസഫ് ജനപക്ഷത്തിൻ്റെ പച്ചക്ക് പറയണ കാക്കനാടത്തുള്ള സ്റ്റുഡിയോയിലും കലൂരുള്ള വീട്ടിൽ വന്നാൽ ഇനോവ വന്ന് തിരിയാനുള്ള സ്ഥലമുണ്ട്. അങ്ങോട്ട് കയറ്റിക്കളയും. കേട്ടിട്ട് ബായി നസീറും മരടനീഷുമാണ് കൊച്ചി ഭരിക്കുന്നതെങ്കിൽ അവൻ്റെയൊക്കെ മുമ്പിൽ ആദ്യത്തെ തല വെച്ച് കൊടുക്കണം ഞാനായിരിക്കും. കാരണം എനിക്ക് ഒറ്റ തന്തയുള്ളു. ബാക്കിയുള്ള മിക്ക പിള്ളേരോടും തന്തയുടെ പേര് ചോദിച്ചാൽ കുളു ചോദിക്കും, ഫോണെ ഫ്രണ്ട് ചോദിക്കും, ഓഡിയൻസ് ചോദിക്കും. അത് കഴിഞ്ഞ് തള്ളേനെ വിളിക്കുമ്പോൾ തന്തയുടെ പേര് ചോദിക്കുമ്പോൾ 50-50 ചോദിക്കണത് കൊണ്ടാണ് ഈ കൊച്ചുങ്ങൾ തല്ലുകൊള്ളണമെന്ന് പച്ചക്ക് പറഞ്ഞുകൊണ്ട് നാണം വേണം മലയാളികളെ.
എൻ്റെ അരിസ്റ്റോ എന്ന് പറഞ്ഞ കൗൺസിലർ നിങ്ങളെ ഇപ്പോൾ വന്ന് ഇവിടെ കണ്ടിരിക്കും കേട്ടാ. ഇവിടെ അരിസ്റ്റോയും ഗ്രേസി എന്ന് പറഞ്ഞ ടോണി ചമണിയും നിങ്ങളെ വന്ന് കണ്ടിരിക്കും. ഇവിടുത്തെ ആ ഗുണ്ടകൾ, നിങ്ങൾ ഈ ഫോട്ടോ കണ്ട ഗുണ്ടകളാണ് ഭരിക്കണതെങ്കിൽ എൻ്റെ വീടും സ്ഥലവും ഞാൻ ആ ഗുണ്ടയ്ക്ക് എഴുതി കൊടുക്കും. കൊച്ചനിയ, നിൻ്റെ അപ്പൻ്റെ കൂടെ ഞാൻ കുറേ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. പറ്റുമെങ്കിൽ ഈ കുട്ടിയുടെ സത്യം എന്താണെന്ന് അറിയണം. അരിസ്റ്റോ എൻ്റെ മോൻ്റെ പ്രായമുള്ളു ഇവിടെ വന്നം. ടോണി ചമണി ഇവിടെ വന്ന് ചോദിക്കണം. പോലീസുകാർ കാക്കിയിട്ടിട്ട് എന്ത് മാമാപ്പണിയാണെന്ന് നമുക്കറിയാം. DGP നേരിട്ട് വന്ന് അന്വേഷിക്കണം. കാരണം കേരളത്തിൻ്റെ ഒരു വ്യവസായിയാണ് ഈ കിണം. ഒരു സ്ഥാപനം നടത്തി പലർക്കും പണി കൊടുത്ത് ജീവിക്കുന്ന മീനു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ സ്റ്റുഡിയോയുടെ അന്വേഷിക്കുകയാണെങ്കിൽ എൻ്റെ റബ്ബർ ചെരുപ്പ് നിൻ്റെ മോന്തൊക്കെ വേണ്ടിയിരിക്കും. ഞാൻ ഗുണ്ടയൊന്നുമല്ല, പക്ഷെ ഒരാളെ ചെരുപ്പിനടിക്കാനുള്ള ആരോഗ്യം എനിക്കുണ്ട്. നന്ദി, നമസ്കാരം.